ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് ഒത്തിരി താമസിച്ചാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റത്. ഒരു 8 മണിക്ക് അടുത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ സമയം. പള്ളിയിൽ രാവിലെ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ചെയ്ത് തീർക്കാനുണ്ട്. ആദ്യം മൈൻഡ് ഒന്ന് ലോഡാവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ നടകല്ലേ വന്ന് കാപ്പിയൊക്കെ കുടിച്ച് ചെറിയ വെയിലൊക്കെ കൊണ്ട് ആ തണുപ്പൊക്കെ ഒന്ന് പോകുന്നത് ചാർജിങ് മൂഡിൽ ഇരിക്കുവാണ്. തലയിൽ ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ചിരിക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു പ്രത്യേക സന്തോഷവും സുഖവും സമാധാനവും. ഇന്ന് ഞാൻ തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പി ഊട്ടിയിൽ ടൂറിന് പോയപ്പോഴത്തേക്ക് 30 രൂപ കൊടുത്ത് വാങ്ങിച്ചാണ് കേട്ടോ. നമ്മുടെ വേലിപ്പണി നടക്കുന്നതുകൊണ്ട് എനിക്കിപ്പം രാവിലെ എഴുന്നേറ്റ് ഞാൻ സൈറ്റ് വിസിറ്റ് ഉണ്ട്. കാപ്പിക്കപ്പം കൊണ്ട് ഷോ കാണിച്ച് നടന്നിട്ട് കാര്യമില്ല. കൺട്രാക്ട് എനിക്കൊരു പണി തന്നിട്ടാണ് പോയേക്കുന്നത്. ബേസ്മെന്റ് ചെയ്തെടുത്തൊക്കെ നനച്ചു കൊടുക്കണം. 1 വീതം 3 നേരം എന്ന കണക്കിന്. മിക്കവാറും എല്ലാ ഞായറാഴ്ചകളിലും ഇത്തരം പണികളും അതുപോലെ കുക്കിങ്ങും ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. രാവിലെ അമ്മച്ചി പള്ളിയിൽ പോകും. അപ്പൊ ഞാൻ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഞാനാണ് അടുക്കള പരിപാടിയെല്ലാം ചെയ്യും. ഈ നനച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ ഇനി അടുക്കളയിലോട്ട് പോകണം. എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം. ഈസി ആൻഡ് ടേസ്റ്റി കുക്കിംഗ് ആണ് കേട്ടോ എൻ്റെ ഒരു പോളിസി. ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പുട്ടും പഴവും പുട്ട് റോസ്റ്റും, ചിരട്ടപ്പുട്ടും പഴവും അതുപോലെ തന്നെ പുട്ട് റോസ്റ്റും ആണ്. ചിരട്ടപ്പുട്ടെന്ന പേര് മാത്രമേ ഉള്ളൂ. ചിരട്ടയിലല്ല നമ്മൾ പുട്ട് പുഴുങ്ങുന്നത്. ഈ അലുമിനിയത്തിന്റെ കുഞ്ഞു സ്റ്റീമറിലാണ് കേട്ടോ. പുട്ടുപൊടിയും തേങ്ങാപ്പേരി ഉപ്പും വെള്ളവും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ നനച്ച് കുതിർത്തെടുക്കും ഞാൻ. പിന്നെ ആ പുട്ട് പുഴുങ്ങുന്ന ചെറിയ പാത്രത്തിൽ വെച്ചിട്ട് കുക്കറിലോട്ട് വെച്ച് ആവി കയറ്റിയെടുക്കും. പുട്ടും പഴവും അമ്മച്ചിക്കാണ് കേട്ടോ, പുട്ട് റോസ്റ്റ് എനിക്കും. ഈ പുട്ട് റോസ്റ്റ് എന്നൊക്കെ ഞാൻ തന്നെ ഇട്ട പേരാണ്. ഇതിനാവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മുട്ട ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി, ഒരു സവാള, ഒരു 3-4 അല്ലി വെളുത്തുള്ളി. ഇതിനിടയ്ക്ക് അമ്മച്ചി പള്ളി പോയിട്ട് വന്നായിരുന്നു കേട്ടോ. അമ്മച്ചിക്കുള്ള പുട്ടും പഴവും റെഡി ആയിട്ടുണ്ട്. റോബസ്റ്റ പഴം കൂട്ടത്തിൽ മിക്സറും ഉണ്ട്. ഒത്തിരി കപ്പലണ്ടിയൊക്കെ ഇട്ട് അതുപോലെ വെള്ള മിക്സറാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ഒരു അടാറ് കോമ്പിനേഷൻ. അനീതി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവളുടെ ഒരു ഫേവറേറ്റ് കോംബോ ആയിരുന്നു ഇത്. ഞാൻ എൻ്റെ പുട്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോകുവാണ്. ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ച ഒരു സവാളയും ഒരു തക്കാളിയും 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തു. 2 പച്ചമുളക് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കണം. കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 2 മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് ചിക്കി ചുരണ്ടി എടുക്കണം. ഇതാണ് പുട്ട് റോസ്റ്റിന്റെ ബേസ്. ഇനി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചിക്കനോ ബീഫോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾസോ ഒക്കെ നമുക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുട്ട് ഇതുപോലെ പൊടിച്ച് ഇതിന്റെ കൂടെ ഇട്ട് നന്നായിട്ട് ചിക്കി ചുരണ്ടി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ പുട്ട് റോസ്റ്റ് കഴിക്കാനായിട്ട് വേറെ പ്രത്യേകിച്ച് ഒരു കറി ഉണ്ടാക്കണമെന്നില്ല കേട്ടോ. അതായത് പുട്ടും കറിയും കഴിക്കുന്നത് പോലെ തന്നെയാണ്. കറിയുടെ കൂടെ പുട്ടിട്ട് മിക്സ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എനിക്കിങ്ങനെ കുറച്ച് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ട്. അതിലൊന്നാണ് ഇത്. വേണമെങ്കിൽ ഇതിന്റെ കൂടെ ഒരു പപ്പടം കാച്ചിയതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ ചൂടോടുകൂടെ കഴിക്കാനായിട്ട് സൂപ്പർ. അമ്മച്ചി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോയമ്പെടുക്കുന്നത് കൊണ്ട് അമ്മച്ചിക്ക് മുട്ടയിട്ട് ചിക്കിയത് കൊണ്ട് പുട്ട് റോസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. അമ്മച്ചി പുട്ടും പഴവും കഴിക്കുന്നു, ഞാൻ പുട്ട് റോസ്റ്റും കഴിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഒതുക്കലും പെറുക്കലും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ സന്തോഷത്തിൽ ചിക്കൂസിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്ന കട്ടിംഗ് മെറ്റീരിയൽ ഇനി എല്ലാം കറക്റ്റനാക്കണം. അതിന്റെ പണിപ്പുരയിലോട്ടാണ് ഞാനിപ്പോൾ പ്രവേശിക്കുന്നത്. അപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്ന തുണി അന്ന് അലമാരിയിൽ എടുത്ത് വെച്ചിട്ട് ഇപ്പോഴാണ് കേട്ടോ എടുക്കുന്നത്. ഈ ക്രിസ്മസിന് വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ കർട്ടനൊക്കെ ഒന്ന് തയ്ച്ചെടുക്കട്ടെ. രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.